ഇവിടുത്തെ മീൻ ആരും പിടിക്കത്തില്ല. നാട്ടുകാർ കണ്ടാലും ഓടിക്കും. നമ്മൾ മനുഷ്യനെ അടക്കുന്നത് പോലെ കൊണ്ടുവന്ന് പട്ടും പൂവും അരിയും ആയിരിക്കാണ്. ഇപ്പം എനിക്ക് സുഖമില്ല, ഞാൻ ഇരിക്കുന്നു. പക്ഷെ മീനിൻ്റെ ചരിത്രങ്ങൾ പറയാം, എൻ്റെ അറിവായ കാലം മുതലുള്ളത്. എത്ര വയസ്സാണ്? ഇപ്പം എനിക്ക് 83-ാമത്തെ വയസ്സാണ്. 83-ാമത്തെ വയസ്സ്. ആ. ഇതെവിടെ സ്ഥലം? എവിടെ കറക്റ്റ്? കുളത്തൂപ്പുഴ, കൊല്ലം ജില്ല കുളത്തൂപ്പുഴ, അമ്പലക്കടവ്. വള്ളക്കടയിൽ വീട്. ഈ അമ്പലത്തിന്റെ പേരെങ്ങനെയാണ്? അത് കുളത്തൂപ്പുഴ ധർമ്മശാസ്ത്ര ക്ഷേത്രം. വഴിപാട് എല്ലാം ഉണ്ട്. അപ്പമുണ്ട്, അരവണയുണ്ട്, പിന്നെ എല്ലാ സാധനവും ഉണ്ട്. വെള്ളച്ചോറുണ്ട്, എന്ത് വേണമെങ്കിലും കഴിക്കാം. ഇവിടുന്ന് മീനെ ഒന്നും പിടിക്കാൻ പറ്റത്തില്ല, പിടിച്ചു കഴിഞ്ഞാൽ കേസാവും എന്നൊക്കെ പറയുന്നത്. ഒരുപാട് കേസായിട്ടുണ്ട്. അവര് 90 എത്തുന്നതിന് മുമ്പ് മരിച്ചവരും ഉണ്ട് ഇവിടെ. ഒരിക്കലും ഈ മീനുകളൊന്നും പോത്തില്ലേ ഇവിടെ തന്നെ? ഒന്നും എത്ര വെള്ളപ്പൊക്കമായാലും ഈ മീൻ എങ്ങും പോവില്ല. പക്ഷെ അതിന് പോകാനൊരു ഓവുണ്ടെന്നാണ് പറയുന്നത്. അതിലോട്ട് കയറുമെന്നാണ് പറച്ചിൽ പണ്ടത്തെ വരാൻ. അത് ഇതുവരെ എങ്ങും പോയിട്ടില്ല. അത് ഈ കുഞ്ഞു കുട്ടിയായിട്ട് ഇവിടെ തന്നെ കിടക്കും. ഒരു 3 സ്ഥലത്തായിട്ട് കിടക്കും ഇവിടെ. ഇതെങ്ങനെ, ഏതിനം മീനാണോ അങ്ങനെ വല്ലതും ഉണ്ടോ? എല്ലാ ടൈപ്പ് മീനും ഉണ്ട്. അല്ല, ഇപ്പൊ കുറച്ച് ചുമന്ന മീൻ ഡാമിൽ നിന്ന് വന്നിട്ടുണ്ട്. അതാ ഇതിൻ്റെ കുട്ടി. ആ കറുത്ത മീനാണ് ഇവിടുത്തെ മീൻ. ആ കറുത്ത മത്സ്യം അതാണ് തിരുമക്കൾ. നമ്മൾ തിരുമക്കളെന്നേ പറയൂ, മീനെന്ന് പറയത്തില്ല. ആ, തിരുമക്കളെന്നേ പറയൂ. ആര് വന്നിട്ടുണ്ടെങ്കിലും അതിന് പൊരിയും മലരും എല്ലാം കൊടുത്തിട്ടേ പോകും. ഒറ്റ മനുഷ്യരും കൊടുക്കാതെ പോകത്തില്ല. അതിൽ പൊരിക്കട ഇങ്ങനെ ഇട്ടിരിക്കുന്ന ലേലം. ആ, പണ്ട് നമ്മൾ അരിയൊക്കെ കൊണ്ടിട്ട് കൊടുക്കും, എല്ലാം ചെയ്യുമായിരുന്നു. പക്ഷെ ചോറങ്ങനെ കൊടുക്കത്തില്ല. വഴിപാട് മാത്രം ശാലം കൊണ്ടുകൊടുക്കും. എല്ലാം ഈ അരിയും കടലയും കപ്പലണ്ടി ഈ ആഹാരം അതിന് കൊടുക്കത്തുള്ളൂ. അത് ഇഷ്ടം പോലെ കൊടുക്കുന്നുണ്ട്. ഇവിടെ എപ്പോഴൊക്കെയാണ് ഇത് ഉള്ളത്, ആൾക്കാർ വരുന്നത്? കൂടുതൽ ഇനിയിപ്പോൾ അങ്ങോട്ട് മേടമാസമായി, വിഷു ആവും. അന്ന് പിന്നെ അതിന് വേണ്ട. പിന്നെ വൃശ്ചികമാസം, തീസൻ, ഇങ്ങനെയൊക്കെയാ. എത്ര കാലമായിട്ട് ഈ മീനുകളൊക്കെ ഇവിടെ തന്നെ ഉണ്ട്? പണ്ട് തൊട്ട് അമ്പലം ഉള്ള കാലത്ത്? എൻ്റെ ജന്മം മുതൽ ഞാൻ കാണുന്നുണ്ട്. ഞാൻ കുഞ്ഞായിട്ട് ജനിച്ചത് വരെ ഇവിടെ. അന്ന് മുതൽ ഈ മീൻ ഇതുപോലെ ഇവിടെ കിടക്കും. പിന്നെ ചിലപ്പം അത് ഈ മീനല്ല, കൂടുതലും ചുമന്ന മീനാണ്. അത് ഇങ്ങനെ ഒരു പക്ഷേ മലന്ന് പോവുകയാണെങ്കിൽ അതിനെ നമ്മൾ എടുക്കാനൊക്കത്തില്ല. ഇപ്പോഴേ അമ്പലത്തിൽ അറിയിക്കണം, കാണുന്നവർ ആരായാലും. അവിടുന്ന് ആൾ വന്ന് അതിനെ എടുപ്പിച്ച് കൊണ്ടുവന്ന് ഈ അമ്പലപ്പറമ്പിൽ തന്നെ കുഴിയെടുത്ത് നമ്മൾ മനുഷ്യനെ അടക്കുന്നത് പോലെ കൊണ്ടുവന്ന് പട്ടും പൂവും അരിയും ആയിരിക്കാണ്. ഇവിടുന്ന് മീൻ പിടിച്ച് കഴിച്ചിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടുണ്ടോ? പണ്ട് ഇങ്ങനെ പറയുന്നേക്കാം, എനിക്കറിഞ്ഞൂടാ. നേർച്ചയാ. പണ്ട് ഇതുപോലെ വയറിളക്കം വന്ന് ഛർദ്ദിക്കുകയും എടുക്കുകയും മരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു. ഇവിടുത്തെ മീൻ ആരും പിടിക്കത്തില്ല. നാട്ടുകാർ കണ്ടാലും ഓടിക്കും. ഇതിന്റെ പരിധിയിൽ നിന്ന് ഇത്ര താഴോട്ട് പോയാൽ പിടിക്കാൻ ഈ 5 കിലോമീറ്റർ ഇപ്പുറം താഴെയും മേലും. താഴെ പോലീസ് സ്റ്റേഷൻ മുതൽ മേല് ഡാലിക്കരിക്കുണ്ട്. അവിടെ നിന്നോട്ട് ആരും പിടിക്കാം. ആര് കണ്ടാലും കേസാക്കും. പണ്ട് മീൻ പിടിച്ച് ഇതുപോലെ എൻ്റെ മോൻ അടിക്കാൻ ചെന്ന് ഭയങ്കര വഴക്കായി. ആ കേസ് ഇന്നാളാത് അവർക്ക്. നമുക്കൊന്നുമില്ല. അവനെ ഒരു കുഴപ്പമില്ല, എപ്പോഴും വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. പക്ഷെ ഒരു 6-7 മണിയായാൽ പിന്നെ ഒറ്റ ഒരെണ്ണത്തിനും കാണത്തില്ല. അതെവിടെ പോയി മറയുന്നതെന്ന് നമുക്കറിയാനൊക്കെ. നേരം വെളുപ്പാകാലത്ത് നേരം വെളുക്കുമ്പോൾ എല്ലാം അവിടെ കാണും. അങ്ങനെയാണ് ഇതിൻ്റെ ഐതിഹ്യം കിടക്കുന്നത്. നമ്മൾ കണ്ടത് ശരിയാണ്. 7 മണിയായാൽ പിന്നെ മീനില്ല, അതുവരെ കാണും.